നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പിൽ മിനി ലോറി ഇടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി വെട്ടിയാടൻ വീട്ടിൽ 62 വയസ്സുള്ള പാപ്പച്ചനാണ് മരിച്ചത്. കണിമംഗലത്ത് തട്ടുകടയിൽ തീപിടുത്തം. അപകട സമയത്ത് അതുവഴി പോയിരുന്ന മന്ത്രി കെ രാജന്റെ ഇടപെടൽ ആളപായം ഒഴിവാക്കി. പേട്ടക്കൂലി ഇരട്ടിയിൽ അധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാമത് വാർഷികം ആഘോഷിച്ചു. CPIM കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്താൻ ക്ഷീര കർഷക കുടുംബത്തെ ക്ഷണിച്ച് കല്ലൂർ സൗഹൃദ യുവസംഗമം. വിശദമായ വാർത്തയിലേക്ക്. ചേർപ്പിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി വെട്ടിയാടൻ വീട്ടിൽ 62 വയസ്സുള്ള പാപ്പച്ചനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. മുട്ട കച്ചവടക്കാരനായിരുന്നു അപകടത്തിൽ മരിച്ച പാപ്പച്ചൻ. വെള്ളിയാഴ്ച കച്ചവടം കഴിഞ്ഞ് ബൈക്കിൽ ഒല്ലൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് പാപ്പച്ചൻ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ചേർപ്പ് പള്ളിവളവിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ചേർപ്പ് ആക്സ് പ്രവർത്തകർ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പള്ളിവളവിൽ മുൻപും ഒട്ടേറെ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിലോമിനയാണ് മരിച്ച പാപ്പച്ചന്റെ ഭാര്യ. നവീനാണ് മകൻ. കണിമംഗലത്ത് തട്ടുകടയിൽ തീപിടുത്തം. അപകട സമയത്ത് ഔദ്യോഗിക ആവശ്യത്തിനായി അതുവഴി പോയിരുന്ന മന്ത്രി കെ രാജന്റെ ഇടപെടലാണ് ആളപായം ഒഴിവാക്കിയത്. കണിമംഗലം മേൽപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിലായിരുന്നു തീപിടുത്തം. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. മേൽപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിൽ പാചകവാതകം ചോർന്നതിനെ തുടർന്നായിരുന്നു തീപിടുത്തമുണ്ടായത്. സിലിണ്ടറിന് മുകളിൽ തീ ഉയർന്നത് കണ്ട് മന്ത്രി കെ രാജൻ കാറിൽ നിന്നിറങ്ങി അപകടമുണ്ടായ സ്ഥലത്തെത്തി. തുടർന്ന് അദ്ദേഹം ഫയർഫോഴ്സിനെ ഉടൻ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് തീപിടിച്ച ഗ്യാസ് സിലിണ്ടർ തട്ടുകടയിൽ നിന്ന് പുറത്തെത്തിച്ച് തീ അണയ്ക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച മൂലമുണ്ടായ തീപിടുത്തം ഉടൻ തന്നെ ഒഴിവാക്കിയതിനാൽ ആളപായം അടക്കമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി. പേട്ടക്കൂലി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കരാറുകാരൻ ഇന്നു മുതൽ പുതിയ നിരക്ക് ഈടാക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് കയറ്റിറക്കം സ്തംഭിച്ചത്. ലോറികളിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് കരാറുകാരൻ തടയുകയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിരുന്നു. തുടർന്ന് കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 3 ചക്ര വാഹനങ്ങൾക്ക് 30 രൂപയും 4 ചക്ര വാഹനങ്ങൾക്ക് 70 രൂപയും 12 ചക്ര വാഹനങ്ങൾക്ക് 265 രൂപയും 16 ചക്ര വാഹനങ്ങൾക്ക് 649 രൂപയുമാണ് പുതിയ നിരക്ക്. നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാൻ ആവില്ലെന്ന് വാഹന ഉടമകൾ പറഞ്ഞു. പേട്ടക്കൂലി വർദ്ധിപ്പിച്ചതോടെ ചരക്ക് വാഹനങ്ങൾ തൃശൂർ മാർക്കറ്റിലേക്ക് ഇനി വരില്ലെന്ന ആശങ്കയിലാണ് കയറ്റിറക്ക് തൊഴിലാളികൾ. പോലീസും കോർപ്പറേഷൻ അധികൃതരും നടത്തിയ ചർച്ചയെ തുടർന്ന് ചരക്ക് നീക്കം പുനരാരംഭിച്ചു. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാമത് വാർഷികം ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് ചിക്കാഗോ രൂപതാ മെത്രാൻ അഭിവന്ദ്യ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ ജോൺ തെക്കേത്തല, ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി ജസ്റ്റിൻ ആലപ്പാട്ട്, ട്രഷറർ പോൾസൺ തെക്കേത്തല, പള്ളി ട്രസ്റ്റി ആന്റോ പുല്ലോക്കാരൻ, മുൻ പ്രസിഡന്റുമാരായ ജോണി ടി.എ., ടി.എം. യോഹന്നാൻ മാസ്റ്റർ, ടി.എം. ഡേവിസ്, വർഗീസ് ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റ് മിനി പോളി എന്നിവർ സംസാരിച്ചു. ഇന്ന് ഒട്ടും പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാരണം
നമ്മുടെ കർഷകൻ പഴയച്ഛൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ ആരും ഒന്നും പറയുന്ന കാര്യമുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാം വേണ്ടി ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കർഷകൻ പഴയച്ഛൻ ഇന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. CPIM കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. കോർമല സ്വദേശിനി മേലേത്ത് പരേതനായ ജോണിയുടെ ഭാര്യ വത്സ താക്കോൽ ഏറ്റുവാങ്ങി. 800 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 11 ലക്ഷം രൂപ ചെലവിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടോമി കളമ്പാടൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ഏരിയ സെക്രട്ടറി KS അശോകൻ, വെള്ളിക്കുളങ്ങര ഹോളി ഫാമിലി പള്ളി വികാരി ഫാദർ ജോജി കല്ലിങ്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P ജോസ്, കോടശ്ശേരി പഞ്ചായത്ത് പ്രതിപക്ഷ ലീഡർ EA ജയതിലകൻ, സാവിത്രി വിജയൻ, ദീപ പോളി, ബേബി കളമ്പാടൻ എന്നിവർ സംസാരിച്ചു. കോടശ്ശേരി പഞ്ചായത്തിൽ 6ാം വാർഡിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കെ രാധാകൃഷ്ണൻ MP ഉപഹാരങ്ങൾ നൽകി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നടത്തുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്താൻ ക്ഷീര കർഷക കുടുംബത്തെ ക്ഷണിച്ച് കല്ലൂർ സൗഹൃദ യുവസംഗമം. ഗ്രാമങ്ങളിൽ ശുദ്ധമായ പശുവിൻ പാൽ വിതരണം ചെയ്യുന്ന ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയത്തോടെ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ തൃക്കൂർ പഞ്ചായത്തിലെ മികച്ച കർഷകനായ അടാട്ടുവീട്ടിൽ സജീവന്റെ കുടുംബത്തെ കല്ലൂർ സൗഹൃദ യുവസംഗമ പ്രവർത്തകർ ക്ഷണിച്ചു. കല്ലൂർ നായരങ്ങാടി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തിയ കുടുംബത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ച് ഓണപ്പുടവ നൽകി. തുടർന്ന് ശുദ്ധമായ പശുവിൻ പാൽ വിതരണവും മധുര വിതരണവും നടത്തി. യുവസംഗമം പ്രസിഡന്റ് പ്രീപനൻ ചുണ്ടേലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CV ഷംസുദ്ദീൻ ഗാന്ധി സ്മരണയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സൗഹൃദ യുവസംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത്, യുവസംഗമം പ്രവർത്തകരായ പ്രജേഷ് കരുമത്തിൽ, ജയപ്രകാശ് ശങ്കരമഠം, റിൻഡോ ഐനിക്കൽ, സിജോ കരുത്തി, പ്രജിത് കരുമുത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 5 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പിൽ മിനിലോറി ഇടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. ഒല്ലൂർ പെരുവാങ്കുളങ്ങര സ്വദേശി വെട്ടിയാടൻ വീട്ടിൽ 62 വയസ്സുള്ള പാപ്പച്ചനാണ് മരിച്ചത്. കണിമംഗലത്ത് തട്ടുകടയിൽ തീപിടുത്തം. അപകട സമയത്ത് അതുവഴി പോയിരുന്ന മന്ത്രി കെ രാജന്റെ ഇടപെടൽ ആളപായം ഒഴിവാക്കി. പേട്ടക്കൂലി ഇരട്ടിയിൽ അധികമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അരിയങ്ങാടി മാർക്കറ്റിൽ മണിക്കൂറുകളോളം കയറ്റിറക്ക് സ്തംഭിച്ചു. പറപ്പൂക്കര ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 19ാമത് വാർഷികം ആഘോഷിച്ചു. CPIM കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ പതാക ഉയർത്താൻ ക്ഷീര കർഷക കുടുംബത്തെ ക്ഷണിച്ച് കല്ലൂർ സൗഹൃദ യുവസംഗമം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.